പോവാണ്. പിന്നെ ഋഷിയുടെ കൂടെ ചേർന്ന് ഞാൻ ഡാൻസ് കളിക്കും, ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ സിബിൻ ഇപ്പോൾ ലൈവിൽ വന്നേക്കാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സിബിൻ ഇപ്പോൾ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ക്വിറ്റ് ചെയ്തതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് എന്തോ ഏഷ്യാനെറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് കൂടുതലും സംസാരിച്ചേക്കുന്നത്. പിന്നെ പുറത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പുറത്ത് എല്ലാം കണ്ണ് കെട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അവിടെ എല്ലാം രശ്മി ബൈ 3 ദിവസം പോയിട്ട് വന്നു, അതിൻ്റെയൊക്കെ ചെറിയ ഇന്ത്യകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മീൻസ് അതൊന്നും എന്താ പറയണ്ടേ, ഒക്കെ ചുമ്മാ അതാ പറയുന്നുള്ള രീതിയിൽ അർത്ഥം. ഇപ്പം ലൈവിൻ്റെ എല്ലാം ഒന്നും ഞാൻ വെക്കുന്നില്ല, കുറച്ച് പാർട്സൊക്കെ ഞാൻ വെച്ച് തരാം. നമസ്കാരം, സിബിനാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും താങ്ക്സ്. ഒത്തിരി സ്നേഹം മാത്രം എല്ലാവരോടും. എന്നെ സ്വീകരിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹം മാത്രം തരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനൊരു ആക്സെപ്റ്റൻസ് എനിക്ക് പുറത്തുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും സീസണുകൾ കണ്ടിട്ടും എനിക്കറിയില്ല ഇങ്ങനെ ഒരു സ്വീകരണം. ലൈഫ് സ്റ്റോറി എനിക്ക് അവിടെ പറയാൻ പറ്റിയില്ല. ബട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയത്. ഒരുപാട് ജോലികൾ ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട് ജോലി ചെയ്തു, കൊറിയോഗ്രാഫറായിട്ട് ജോലി ചെയ്തു, ലൈറ്റ് പിടിക്കുന്ന ആളായിട്ട് പണിയെടുത്തു. അങ്ങനെ ഒത്തിരി പണികൾ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ നിൽക്കുന്ന കൊച്ചു സ്ഥലത്തേക്ക് എത്തിയത്. നിങ്ങൾ കേട്ടല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് ജോലിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഏഷ്യാനെറ്റിലൂടെയാണ് DJ സിബിനെ കാണാൻ തുടങ്ങുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ വീടും കാര്യങ്ങളൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. പാവപ്പെട്ട വീട്ടിലാണ്. ഇതുപോലൊരു വലിയൊരു ചാൻസ് കിട്ടിയിട്ട് പിന്നെ പുള്ളിയുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. നമുക്ക് ബാക്കി വീഡിയോ കണ്ടു നോക്കാം. ചേർന്നത് അപ്പൊ ഇതൊന്നും വർക്കാവുന്നില്ലേ, ഇതൊന്നും ശരിയാവുന്നില്ല എന്നുള്ള ഒരു തോന്നൽ എന്നെ അലറ്റി. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ഇമോഷണലി ഞാൻ തകർന്നു. ഞാൻ സമ്മതിക്കുന്നു. ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും വേറെ രീതിയിൽ എത്തുന്നു, വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സങ്കടം കാരണം എനിക്ക് ഇനി ഷോയിൽ തുടരാനുള്ള മാനസിക നില ഇല്ല. ഞാൻ വിഷമത്തിലാണ്, ഞാൻ സങ്കടത്തിലാണ്. എനിക്ക് പുറത്തു പോകണമെന്ന് ഞാൻ ഡോക്ടറോടും പറഞ്ഞു, സൈക്കോളജിസ്റ്റോടും പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്ന ഉപദേശമാണ്, സിബിനൊരു കാര്യം ചെയ്യൂ, ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴും ഒരുപാട് സന്തോഷിച്ചിരിക്കുമ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത്. സിബിൻ ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ കുറച്ചു നേരം, 24 മണിക്കൂർ എന്ന് അദ്ദേഹം എടുത്ത് പറഞ്ഞില്ല, കുറച്ചു നേരം ഒരു ബ്രേക്ക് എടുക്കും. എന്നുവെച്ചാൽ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് വെളിയിൽ പോയി ചായ കുടിക്കാനൊന്നും അല്ല കേട്ടോ. സിബിൻ ആ ഒരു ആംബിയൻസ് നിന്ന് മാറി ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും. എന്ന് അദ്ദേഹം നേരെ ഇരുന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറിയിട്ട് ഒന്ന് കളിച്ചു നോക്കാം, ഓഡിയൻസ് പുറത്താക്കുമ്പോൾ പുറത്ത് പോവാം, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ ഒന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴും എനിക്കത് ശരിയാവുന്നില്ല. അതും എന്റെ ബലഹീനതയെ ഞാൻ മനസ്സിലാക്കും. ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ വന്ന് പൊളിപ്പിച്ചതാണ് പുള്ളി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്ര എന്റർടൈൻ ചെയ്യുന്ന ഒരാള് ഇത്രയും നെഗറ്റീവായിട്ട് പുറത്ത്, അത് സത്യമായി അത് ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പവർ റൂമിൽ നിന്നും ഇവിടുന്നും എല്ലാം ഒരാൾ. ഇതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്യുന്ന ടീംസുകളുണ്ട്. കഴിഞ്ഞ വർഷം ശോഭയൊക്കെ മാരാനെ കാണിച്ചിട്ട് മിണ്ടിട്ട് പോലും ഇല്ല. അപ്പം അന്നത്തെ യൂട്യൂബേഴ്സ് പറഞ്ഞത് എല്ലാം ലാലേട്ടൻ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും അന്നൊന്നും റിയാക്ട് പോലും ചെയ്തിട്ടില്ലായിരുന്നു. അത് അങ്ങനെ ഒരു ഘടം. അപ്പം നമുക്ക് ബാക്കിയും കൂടെ കണ്ടു നോക്കാം. അപ്പം സിബിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, ബാക്കി കണ്ടു നോക്കാം. കുറച്ച് സമയങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു മാത്രം പറഞ്ഞു. കണ്ണ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോയി. കണ്ണ് തുറന്നത് ഒരു മുറിയിലാണ്. ആ മുറിയിൽ ഞാനും ഒരാളുണ്ട്, എന്റെ മോശന്റെ ഒരു സ്റ്റാഫുണ്ട്, എന്നെ നോക്കുന്ന ഒരാൾ. അവിടെ ഒരു TV ഉണ്ട്, ആ TV വർക്ക് ചെയ്യില്ല. ഒരു ലാൻഡ് ഫോൺ ഉണ്ട്. ആ ലാൻഡ് ഫോണ് റെസ്റ്റോറന്റിലേക്കും റിസപ്ഷനിലേക്കും മാത്രം വിളിക്കാൻ പറ്റുന്ന ഒരു ലാൻഡ് ഫോൺ. ഫുഡ് ഓർഡർ ചെയ്യാൻ മാത്രം ഉപയോഗിക്കാം. അതും എന്നെ ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചത് എന്റെ കൂടെ ഉള്ള ആളാണ്. അപ്പൊ നമ്മൾ ചുമ്മാ സിനിമകളെ കുറിച്ച് സംസാരിച്ച് എന്റെ ഒരു ചിന്തയെ മറ്റൊരു ദിശയിലേക്ക് ഞാൻ വിട്ടു. അപ്പൊ ഞാൻ കൂളായി, ഡോക്ടർ പറഞ്ഞതുപോലെ. എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും. അപ്പൊ ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തിരിച്ച് വീട്ടിനുള്ളിലേക്ക് കയറുക എന്ന് തന്നെയായിരുന്നു. തിരിച്ചു പോകാം, കാര്യം എന്തരോ വരട്ടെ, ആ മൂടായി. എന്നുവെച്ചാല് 120 130 പേർ പുറത്ത് പോയി എന്നല്ലാതെ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂറായി, 72 മണിക്കൂറായി. ഇതിനിടയ്ക്ക് ഒരിക്കൽ കൂടെ ഞാൻ നമ്മുടെ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ വളരെ സ്ട്രിക്ട് കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ്, എനിക്ക് പുറത്ത് പറയാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ എങ്കിലും ആവശ്യമെങ്കിൽ പുറത്ത് പറയും, ആവശ്യമെങ്കിൽ മാത്രം കേട്ടോ. എനിക്ക് ഇത് എവിടേക്കാണ് ചെന്ന് കയറുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇത് ഏത് വഴിക്ക് പോകുന്നു, ഏതൊക്കെ PR ടീം എന്തൊക്കെ കാണിക്കുന്നു, ഒന്നും എനിക്ക് അറിയില്ല. എനിക്കെതിരെ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ഒന്നും അറിയില്ല. അപ്പൊ ആ പ്രവർത്തനങ്ങൾ ഏത് ദിശയിലാണ് പോകുന്നത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ
പിന്നെ ഉണ്ടായ കാര്യങ്ങൾ പറയാം. ആ 24 മണിക്കൂർ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ ആ മുറിയിലെത്തിയ ഒരു 5-ാമത്തെ മണിക്കൂർ തുടങ്ങി 80 മണിക്കൂർ വരെ എനിക്ക് എന്ത് സംഭവിച്ചു. അദ്ദേഹം തന്നെ തിരിച്ച് അതിനകത്ത് പോയി കളിക്കാം, ജനങ്ങൾ പുറത്താക്കട്ടെ എന്നുള്ളൊരു മൈൻഡിൽ തന്നെ ഇരുന്ന ഒരാളാണ് സത്യത്തിൽ. എന്തോ ആയിക്കോട്ടെ എന്നും പറഞ്ഞത് ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പിന്നീട് എന്താ പറയുക, ഡോക്ടർ പറഞ്ഞെന്നുള്ള രീതിയിലാണ് പിന്നീട് നമുക്ക് ക്ലിപ്പിൽ മനസ്സിലായത്. മീൻസ് അടുത്ത ക്ലിപ്പിൽ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. ഡോക്ടർ പറഞ്ഞിട്ടാണ് സിബിനോട് തുടരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ സിബിൻ്റെ ക്യാരക്ടർ നമ്മൾ കണ്ടല്ലോ ബിഗ് ബോസിൽ എങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ ആ അദ്ദേഹത്തിന് നല്ല പേടിയും കാര്യങ്ങളും ഉണ്ട് താനും. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ആരൊക്കെയോ ഇപ്പോഴൊക്കെയോ പേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണലായിട്ട് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കണ്ടു നോക്കാം ജസ്റ്റ് ഒന്ന്. പോവാണ്. പിന്നെ ഋഷിയുടെ കൂടെ ചേർന്ന് ഞാൻ ഡാൻസ് കളിക്കും, ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് കൂട്ടാതെ ഇങ്ങനത്തെ പരിപാടികളിൽ ഞാൻ എൻഗേജ് ചെയ്യാം. അപ്പൊ എന്റെ മൈൻഡ് കൂളാവും ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളീനെ കൺവിൻസ് ചെയ്തെന്നുള്ള ധൈര്യത്തോടു കൂടി ഇരുന്നപ്പോഴാണ് ഒരു 72 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്കൊരു വിവരം കിട്ടുന്നത്, ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, പുറത്തേക്ക് പോകണമെന്ന്. ചാനൽ ഷോയുടെ അധികൃതർ തന്നെ എന്നത് അറിയിച്ചു. അപ്പൊ തന്നെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ആ മൊമെന്റിൽ എനിക്ക് തുടരാൻ പറ്റില്ല എങ്കിൽ ഞാൻ പറഞ്ഞ എന്റെ പ്ലാനുകളൊക്കെ ഇതായിരുന്നു. ഇല്ല സെബിൻ, അത് ഡോക്ടർ പറഞ്ഞു സെബിന് തുടരാൻ പറ്റില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും എനിക്കൊന്ന് പുറത്തെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി തലയിറങ്ങി വീണിട്ട് പോയി പുറത്തെ കാര്യം അറിഞ്ഞിട്ട് വരാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ന്യായീകരിക്കുന്നില്ല നടന്ന കാര്യങ്ങളൊന്നും. ഞാൻ കരഞ്ഞു, ഞാൻ വിഷമിച്ചു, സങ്കടം വന്നു, പുറത്തു പോകണമെന്ന് ഇമോഷണൽ മോഡിൽ ഞാൻ പറഞ്ഞു. അത് ഡോക്ടർ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചതിന്റെ ഒരു കൺവിൻസിങ് പ്രകാരം, അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്ത പ്രകാരം ഞാൻ പുറത്തേക്ക് പോയി എന്റെ മൈൻഡിനെ ഒന്ന് കൂളാക്കി ഞാൻ അകത്ത് കയറണമെന്ന് തീരുമാനിക്കുന്നു. അകത്ത് കയറാൻ റെഡിയാണെന്ന് അറിയിക്കുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ, ഒരു 3 ദിവസം കഴിഞ്ഞ് എന്നോട് പറയുന്നു തുടരാൻ പറ്റില്ല, പുറത്തേക്ക് വരണമെന്ന്. ഞാൻ പുറത്തേക്ക് വരുന്നു. അതാണ് ഞാൻ നിങ്ങളോട് എയർപോർട്ടിൽ വെച്ച് പറഞ്ഞത്. ഇറങ്ങി പോകാന്നുള്ളത് എന്റെ തീരുമാനമല്ലായിരുന്നു. ഇതാണ് സത്യാവസ്ഥ. നിങ്ങൾ കേട്ടല്ലോ, ഋഷിയായിട്ടൊക്കെ ഡാൻസ് കളിക്കണം. അതിനു മുമ്പ് ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, ജിൻഡോ ആയിട്ട് വർക്കൗട്ട് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞ് ഡോക്ടറിനെ കൺവിൻസ് ഒക്കെ ആക്കി എന്ന് പറയുകയും ചെയ്തതാണ് പുള്ളിക്കാരൻ തന്നെ. പുള്ളിക്ക് പ്രശ്നമായിട്ട് പോയിട്ട് പുള്ളി അവസാനം കൺവിൻസ് ആക്കി വന്നെന്നൊക്കെ. കൊള്ളാം. ഇതെല്ലാം പറഞ്ഞ് നല്ല കൂളായിട്ട് കഴിഞ്ഞപ്പോൾ എത്ര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ പറഞ്ഞ് ഇയാളെ പുറത്താക്കണമെന്ന്. അപ്പൊ ജിൻഡോയുടെ കൂടെ കൂടിയാലോ, കാരണം പുറത്ത് ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടല്ലോ. ഇനി ഇവരെന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഉറപ്പാണ്. ഇവരെന്തൊക്കെയോ ഓരോ മനസ്സിൽ പ്ലാൻ, എന്തായാലും TRP കൂട്ടാൻ വേണ്ടി നമ്മുടെ ബിഗ് ബോസ് ടീമുകാരൊട്ടും മോശമൊന്നും അല്ലല്ലോ. ഇപ്പൊ സിബിൻ പുറത്തായി, ഇപ്പം വേറെ രതീഷ് വന്നു എന്നൊക്കെ പറയുന്ന പോലെ അവർക്കറിയാം എങ്ങനെ കളിക്കണം. ഇപ്പം നമ്മളെല്ലാം രതീഷ് 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 എന്നും പറഞ്ഞ് നമ്മുടെ മൈൻഡ് മൊത്തം അങ്ങോട്ട് പോകും. സിബിൻ്റെ കാര്യം നമ്മളൊരു പതുക്കെ നമ്മളത് മറന്നു പോകും അല്ലേ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ക്ലിപ്പ് കണ്ടാൽ നമ്മൾ കാണും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ പുതിയ ആൾ വരും. ഇനിയിപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ ജാൻമണി തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ചാടിക്കയറി ചെല്ലുന്ന പറയുന്ന പോലെ തന്നെ. പക്ഷേ എവിടെയോ എന്തൊക്കെയോ ഈ ഒരു കേസ് ഇട്ടുള്ള എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. കുറേ കാര്യങ്ങൾ അദ്ദേഹം പുറത്ത് പറയാൻ എൻ്റെ സമയമാകുമ്പോൾ പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ എന്തൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് കുറച്ച് ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഇതാണ്, മൊത്തം ഇട്ട് വെറുതെ ഇതാക്കുന്നില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടാത്തത്. ഓക്കെ ഗൈസ്, അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബും കാര്യങ്ങളൊക്കെ ചെയ്യുക. താങ്ക് യു ഓൾ.